അമാനി ഇത്താ അടിപൊളി കോസ്റ്റ്യൂം സൂപ്പർ. ഈ ഓർഗൻസയുടെ ഫാബ്രിക്കില് നമ്മൾ അങ്ങനെ അധികം ഫ്രില്ലൊന്നും ആയിട്ടുള്ള പാറ്റേണുകൾ ചെയ്ത് കാണാറില്ല. അപ്പൊ ഇത് നല്ല രസമുണ്ട് അമാനിക്ക്, ഭയങ്കര രസമുണ്ട്. എനിക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ വെക്കാൻ തോന്നുന്നു. നല്ല രസമുണ്ട് അല്ലേ? നല്ല കോസ്റ്റ്യൂം. ആരാണ് ഈ ഐഡിയാസ് ഒക്കെ? ഇത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ പെരിന്തൽമണ്ണ അവിടെ അൽ മൽക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനിങ് സ്റ്റുഡിയോ ഉണ്ട്. അവിടുത്തെ 2 ഇത്താത്തമാര് ഷഫ്നത്ത പിന്നെ ഷംനത്ത, അപ്പൊ അവർ രണ്ടുപേരും കൂടെ എനിക്ക് സ്പോൺസർ ചെയ്ത ഒരു കോസ്റ്റ്യൂം. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഇഷൽ ഹബീബി റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ അമാനിക്കുട്ടി ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ മോയിൻകുട്ടി വൈദ്യരുടെ ഒരു സംസ്കൃതം സോങ് ആണ്, ജഗതര ഖണ്ഡനം പുരാബിജം എന്ന് പറഞ്ഞിട്ട്. അടിപൊളിയായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഗതര ഖണ്ഡന പുരാബീജം ജനിരണ്യതരാനാം സൃഷ്ടിനാ ജനകകൃണസ്തനുരന്ദിയ തൂദാ ജഗതര ഖണ്ഡനം പുരാബീജം ജനിരണ്യതരാനാം സൃഷ്ടീനാം ജനകകൃണസ്തനുരന്ദിയ തൂദ പ്രഥമതി സശിവ ജഗുണ നമസ്കര സീയവേദ പ്രഥമതി സശിവ ജഗുണ നമസ്കര സീയവേദ അകരീർഷഭനാമസ്കുഹതേന സ്ഥിതിം യുഗ്മസ്തനുചാരിയ തത്രേ അഹി സുശിരേ ധൃതി കുടര സുഫാദ ഇരതവ ജനകൃം അരവിസുന പ്രണമിയമഹമേദ ഇരതവ ജനകൃം അരവിസുന പ്രണമിയമഹമേദ പ്രിയമഹമേദ. പ്രമദന കീർത്തുവ നിജ സുദതാദോ പ്രമദന കീർത്തുവ നിജ സുദതാദോ അദർവണ സ്വരണി പ്രഭരമ സുഫുരഭു സലിലജ പാദോ അദർവണ സ്വരണി പ്രഭരമ സുഫുരഭു സലിലജ പാദോ ജഗതര ഖണ്ഡനം പുരാബീജം ജനിരണ്യതരാനാം സൃഷ്ടീനാം ജനകകൃണസ്തനുരന്ദിയ തൂദ പ്രഥമതി സശിവ ജഗുണ നമസ്കര സീയവേദ പ്രഥമതി സശിവ ജഗുണ നമസ്കര സീയവേദ സീയവേദ.
തൃതീയ സ്ഥിരവൃത്തി സുമസുതിയുഗ്മ സ്പരിണയ ഭർത്ത സുവനരരില്ലിക്ത സുഫേദ സുവനരരില്ലിക്ത സുഫേദ ത്രൈക കളിതം സുകൃത ഫതി പ്രണമീയ മഹമേദ ത്രൈക കളിതം സുകൃത ഫതി പ്രണമീയ മഹമേദ ജഗദര ഖണ്ഡനം പുരബീജം ജനിരണ്യതരാനാം സൃഷ്ടീനാം ജനകകൃണസ്തനുരന്ദിയ ദൂത പ്രഥമതി സജീവ ജഗുണ നമസ്കര സീയ വേദ പ്രഥമതി സജീവ ജഗുണ നമസ്കര സീയ വേദ ആകരീർഷഭനാമസ്കുഹതേന സ്ഥിതിം യുഗ്മസ്തനുചാരിയ ദത്രേ അഹി സുശിരേ ധൃതി കുടര സുഫാദ ഇരദവ ജനകൃം അരവിസുന പ്രണമീയ മഹമേദ ഇരദവ ജനകൃം അരവിസുന പ്രണമീയ മഹമേദ പ്രിയ മഹമേദ. ആദ്യം നമുക്ക് എല്ലാവർക്കും ചേർന്ന് അമാനിക്കുട്ടിക്ക് ഒരു തകർപ്പൻ കയ്യടി നമുക്ക് കൊടുക്കാം. ഒന്നാമതേ നമുക്കൊക്കെ അറിയാവുന്ന പോലെ മോൻകുട്ടി വൈദ്യർ ആ വലിയ മഹാനായ ഒരു ഇതിഹാസം തന്നെയാണ്, ഒരു ചരിത്രം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എടുത്ത് പഠിച്ച് അത് ബൈഹാർട്ട് ചെയ്ത് പാടുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പം അതിനകത്ത് ഇത് സംസ്കൃതം കൂടിയാകുമ്പോൾ ആ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയണം, അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, അത് സംഗീതത്തിലേക്ക് ചേർക്കുമ്പോൾ അത് കൃത്യമായി സംഭവിക്കുന്ന രീതിയിലൊക്കെ ഒരുക്കുക. അത് ഇത്രയും ചെറിയ പ്രായത്തിലൊരു കുട്ടി എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും അതൊരു ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ് അല്ലേ. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മിടുക്കി കുട്ടിയാണ് അമാനിക്കുട്ടി. കൺഗ്രാറ്റുലേഷൻസ് അമാനി. Thank you. ഗംഭീരായിട്ടോ. Thank you. ആ ഒരു അറ്റംപ്റ്റ് നടത്തിയല്ലോ. ഇവിടെ ഇത്രയും പേരൊക്കെ ഉണ്ടായിട്ടും അമാനിക്കാണ് അതിൻ്റെ ഒരു ഭാഗ്യം ഉണ്ടായത്, ഇങ്ങനെ ഒരു വലിയൊരു സോങ്ങിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ. അൻവർക്ക പറയൂ, സംസ്കൃതത്തിൽ ഇങ്ങനെ ഒരു പാട്ട് ഒരു അറ്റംപ്റ്റ് ചെയ്ത് നിൽക്കുവാണ് നമ്മുടെ അമാനി. നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ സംസ്കൃതം എന്ന് കേൾക്കുമ്പോൾ സമ്പ്രതി വാർത്താഹ ശ്വന്താം, ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. നമ്മുടെ റേഡിയോ ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് സംസ്കൃത വാർത്ത കേൾക്കുമ്പോൾ ബലദേവാനന്ദ സാഗര ഹ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നതല്ലാതെ സംസ്കൃതം സ്കൂളിൽ ആ സമയത്തൊക്കെ ഒരു പീരീഡൊക്കെ ഉണ്ടായിരുന്നല്ലേ സംസ്കൃതം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും വേണ്ട രീതിയിൽ പഠിക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഞാനും പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മയാണ് എനിക്കുള്ളത് സംസ്കൃതം. പക്ഷേ ഇനി പാട്ടിലേക്ക് വരാം. അമ്മാനിക്കുട്ടി തകർത്ത് കളഞ്ഞു എൻ്റെ പടച്ചോൻ. ഇതെങ്ങനെ സാധിച്ചു എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഇത് മോയിൻകുട്ടി വൈദ്യർ മാഷിൻ്റെ എൻ്റെ ഓർമ്മയിൽ സമ്പൂർണ്ണമായിട്ട് സംസ്കൃതത്തിൽ എഴുതിയ ഒരൊറ്റ പാട്ടേ ഉള്ളെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ചില വാക്കുകൾ ആവശ്യകത അനുസരിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ അറബിയിലൊക്കെ ഉണ്ടെങ്കിലും ഇത് സമ്പൂർണ്ണമായിട്ടും സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഒരു മോയിൻകുട്ടി വൈദ്യർ മാഷിൻ്റെ ഒരു സുന്ദരമായ ഒരു കവിതയാണ്. അത് ഇതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് തിരക്കി കണ്ടുപിടിക്കണമെങ്കിൽ വലിയ ഗവേഷണം നടത്തേണ്ടി വരും. അതുകൊണ്ട് അതിലേക്കൊന്നും നമുക്ക് അതിനുള്ള പ്രാപ്തിയില്ല. പക്ഷേ മക്കൾ ഇത് കാണാതെ പഠിച്ചു എന്നുള്ളത് ഇപ്പോഴും അത്ഭുതമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കുട്ടിയായതുകൊണ്ട് അപ്പം അതിൻ്റെ ക്യൂരിയോസിറ്റി, അതിൻ്റെ ഒരു കൗതുകത്തിൻ്റെ ഭാഗം കൂടെയാണത്. ചിലപ്പോൾ മുതിർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഈ ഒരു നിലക്ക് കാണാതെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കുട്ടി ആയതുകൊണ്ട് ആവാം. ചിലർ പറയും കുട്ടിയല്ലേ അതിനൊരിത്. പക്ഷേ കുട്ടി ആയതുകൊണ്ടാണ് പഠിച്ചതെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ കേട്ടോ. ഈ ഒരു സോങ് ഈ ഒരു സോങ് സംഗീതം ചെയ്തിട്ടുള്ള മുസിൻ കുരിക്കൽ സാർ. അപ്പോൾ സാറാണ് എനിക്ക് ഇതിൻ്റെ ആ ഒരു പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആദ്യം മുഹസിൻ സാറിന് ഒരു ബിഗ് സല്യൂട്ട്. ഇതിനിപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയാൻ? അയ്യോ, ഒന്നും പറയാനില്ല മക്കളെ. എല്ലാം കൃത്യമായിട്ട് മക്കൾ പാടി. ചില ഏരിയകളിലൊക്കെ ലാൻഡിങ്സൊക്കെ വളരെ മനോഹരമായിരുന്നു. കാരണം നമുക്ക് പരിചയമില്ലാത്തൊരു ഭാഷ വരുമ്പോൾ നമ്മളറിയാതെ ചിലപ്പം സിംഗിങ്ങിൽ ചില പ്രശ്നങ്ങൾ വന്ന് ഭവിക്കാറുണ്ട്. അതൊന്നും വന്നില്ല. കൃത്യമായിട്ട് ഈ വരികളുടെയൊക്കെ അർത്ഥം വളരെ വളരെ ഭംഗിയായിട്ട് അറിയുന്ന പോലെയാണ് അവൾ പാടിയത്. കേൾക്കുമ്പോൾ അർത്ഥം അറിഞ്ഞു പാടുന്ന കുട്ടി എന്ന് നമുക്ക് മനസ്സിൽ തോന്നിപ്പോയി സിംഗിങ് കണ്ടിട്ട്. കേട്ടോ മക്കളെ, ഉഗ്രനായിട്ട്. പിന്നെ നിൻ്റെ ഈ ഡ്രസ് കോഡ്
എനിക്ക് കണ്ടപ്പോഴേ ഞാൻ തോന്നിയ ഒരു സംഭവം എന്ന് പറയുമോ, നീലക്കുറിഞ്ഞി പൂക്കൾ, നീലക്കുറിഞ്ഞി പൂക്കളുടെ ആ ഒരു ഇതിലുള്ള ഒരു സുന്ദരമായ ഡ്രസ്സ്, ഉഗ്രൻ ഡ്രസ്സ്, പിന്നെ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സംസ്കൃതത്തിലുള്ള പാട്ട്, എല്ലാം കൂടെ ചേർത്ത് ഇവിടെ കൊണ്ടുവന്ന് ഉഗ്രനായിട്ട് മക്കൾ പാടി കലക്കിക്കളഞ്ഞു മക്കളെ. താങ്ക് യു സോ മച്ച് അൻവർ കാ. ഷബ്നം. അമ്മാനിക്കുട്ടി, ഓ ഇത്ത, അൺബിലീവബിൾ, താങ്ക് യു, അവിശ്വസനീയമായ പെർഫോമൻസ്. താങ്ക് യു. അതായത് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് എനിക്ക്. പിന്നെ എനിക്ക് മോളിത് ഇത്രയും ടഫായിട്ടുള്ള, ഞാൻ പറയാം, അതായത് നമ്മളിപ്പം മലയാളത്തിൽ ഒരു സോങ്ങിന് തന്നെ ചിലപ്പോൾ ഓരോ വേർഡ്സ് മീറ്ററിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഷോർട്ടാക്കി, അർത്ഥം മാറാണ്ട് ഷോർട്ടാക്കി ചെയ്യാറുണ്ട്. അതുപോലെ ഈ സംസ്കൃതത്തിലും അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് സംസ്കൃതം അറിയാത്ത ഒരാൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് പാടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെയാണ് മോൾ എനിക്കതൊരു അതിശയമായിട്ട് തോന്നിയത്. എന്ത് കൃത്യമായിട്ടാണ് അത് പാടിയെന്നറിയാമോ? ദാറ്റ് വാസ് അമേസിങ്. അത് ഭയങ്കര ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ മോള് ശരിക്കും പറഞ്ഞ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കൊരു ഇൻസ്പിറേഷൻ ആണെന്ന് ഞാൻ പറയും. കാര്യം ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഓൾവേസ് ഓൺ മറ്റേ മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ ടാബോ അല്ലേ, ടി വി, ഗെയിംസ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ആ ഒരു പ്രായമുള്ള മോള് ഇവിടെ വന്നിട്ട് ഇത്രയും വലിയൊരു പാട്ട് പഠിച്ച് അത് അത്രയും മനോഹരമായിട്ട് തെറ്റുകളില്ലാതെ അവതരിപ്പിച്ചു അമാനി. ദാറ്റ്സ് എ വെരി ബിഗ് തിങ്. താങ്ക് യു കേട്ടോ. ഒന്ന് ഹഗ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ പറ്റൂലല്ലോ മോളെ, കാര്യം ആ ഡ്രസ്സ് എന്ത് ചെയ്യും ഞാൻ, അതാണ് കേട്ടോ. ലവ് യു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്.